بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന മഹൽ ഗ്രന്ഥത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ട മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിവരിച്ച വർണ്ണിച്ച രീതിയിൽ വിശ്വസിക്കേണ്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു വന്നത്. ഖബർ ഫിത്നയുടെ പരീക്ഷണത്തിൻ്റെ ഭവനമാണെന്നും ഖബറിൽ പരീക്ഷണമുണ്ടെന്നും പരീക്ഷിക്കപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത്. ഇന്ന് തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നത് ഖബറിലെ പരീക്ഷണത്തിന് ശേഷം എന്ത്, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്, ആ വിഷയത്തിൽ പ്രമാണവചനങ്ങൾ അറിയിക്കുന്നത് എന്ത്, ഇത്തരം വിഷയങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞു, ثم بعد هذه الفتنة إما نعيم وإما عذاب إلى يوم القيامة الكبرى فتعاد الأرواح إلى الأجساد وتقوم القيامة التي أخبر الله بها في كتابه وعلى لسان رسوله وأجمع عليها المسلمون فيقوم الناس من قبورهم لرب العالمين حفاة عراة غرلا
وتدنو منهم الشمس ويلجمهم العرق وتنصب الموازين فيوزن فيها أعمال العباد فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون وتنشر الدواوين وهي صحائف الأعمال فآخذ كتابه بيمينه وآخذ كتابه بشماله أو من وراء ظهره كما قال سبحانه وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല തുടർത്തി പറയുന്നത് സുമ്മ ബഅദ ഹാദിഹിൽ ഫിത്ന, പിന്നീട് ഈ ഫിത്നയ്ക്ക് ശേഷം അഥവാ ഖബറിലെ പരീക്ഷണത്തിന് ശേഷം ഇമ്മ നഈമു വ ഇമ്മ അദാബ്, ഒന്നുകിൽ നഈമാണ് അല്ലെങ്കിൽ അദാബാണ്. ഖബറിൽ പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷയെ തുടർന്ന് ഒന്നുകിൽ അദാബാണ്, അദാബ് അർഹിക്കുന്നവർക്ക്, അഥവാ ഖബറിലെ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന പാപി, അവിശ്വാസി, കപടൻ, ഇവരൊക്കെ അദാബിന് അർഹരാണ്. ഖബറിൽ പരീക്ഷണത്തിൽ വിജയിച്ച വിശ്വാസി, പുണ്യാളൻ, അവൻ ഖബറിലെ നഈം അനുഗ്രഹത്തിനും അർഹനാണ്. അപ്പോൾ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഖബറിലെ നഈമും അതേപോലെ തന്നെ ഖബറിലെ അദാബും വിശ്വാസകാര്യങ്ങളിൽ വിശ്വാസികൾ അറിഞ്ഞ് മനസ്സിലാക്കുകയും വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യേണ്ട കാര്യമാണെന്ന് ഉണർത്തുകയാണ്. ഖബറിലെ അദാബുമായി ബന്ധപ്പെട്ട, നഈമുമായി ബന്ധപ്പെട്ട ചില വചനങ്ങളിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇത് വിശദീകരിച്ച് കേട്ട വേളയിൽ വിശദീകരിച്ചിട്ടുണ്ട്, ചിലത് ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഖബറിൽ അദാബുള്ളതിനെ ഉണർത്തി പറഞ്ഞത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആല് ഫിർഔന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനമാണ്. ഫിർഔനും ഫിർഔന്റെ ആദർശക്കാരും അവർക്കുള്ള ശിക്ഷയായിട്ട് അല്ലാഹു പറഞ്ഞു, അന്നാർ യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, നരകം, ആ നരകത്തിന് മുന്നിൽ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഫിർഔനും അവൻ്റെ ആലും ആദർശക്കാരും പ്രദർശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ പ്രദർശനം അത് ഫിർഔൻ നശിച്ചതിന് ശേഷം, ഫിർഔൻ്റെ ആദർശക്കാർ നശിച്ചതിന് ശേഷം അവർക്കുള്ള ശിക്ഷയാണ്. നരകത്തിന് മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ള ശിക്ഷ. ഇത് അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തുടർത്തി, വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. വയൗമ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്ന നാളിൽ, അദ്ഖിലു ആല ഫിർഔൻ, ആല് ഫിർഔനെ നിങ്ങൾ പ്രവേശിപ്പിക്കുക. ആല് ഫിർഔൻ, ഫിർഔനും അവൻ്റെ ആദർശക്കാരും എവിടെ പ്രവേശിക്കുക? അശദ്ദൽ അദാബ്, കൊടിയ ശിക്ഷയിലേക്ക്, അഥവാ നരകത്തിയിലേക്ക്. അപ്പോൾ ഈ നരകം, അതിനു മുന്നിൽ ആല് ഫിർഔൻ പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളത് അവർക്ക് ബർസഖിലുള്ള ശിക്ഷയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഖബർ ശിക്ഷയെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട് എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീർ എഴുതിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇതേപോലെ വേറെയും വചനങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ഖബറിൽ ബർസഖിൽ രക്ഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മരണം മുതലാണ് പരലോകം ആരംഭിക്കുന്നത്. പരലോകത്തിൻ്റെ പ്രഥമഘട്ടം ഖബറിലാണ്. വിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ
വാനലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങിയാൽ വിശ്വാസിയോട് പറയുന്നത് ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഇലാ മഗ്ഫിറത്തിൻ മിൻ അല്ലാഹി വ റിദ്വാൻ. നല്ല മനുഷ്യാത്മാവ് അതിനോട് പറയും മലക്കുകൾ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും പുറപ്പെടുക. വിശ്വാസി അള്ളാഹുവിൻ്റെ പ്രീതിയിലും അവൻ്റെ പാപമോചനത്തിലുമായിരിക്കും. ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ ഖബറിലെ പരീക്ഷണത്തിൽ വിജയിക്കുന്ന വിശ്വാസി അവന് സ്വർഗത്തിലെ ഉടയാടകൾ ധരിപ്പിക്കപ്പെടും, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവന് വിരിക്കപ്പെടും, സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്ന് സ്വർഗീയ പരിമളവും സ്വർഗീയ സുഗന്ധവും അവനെ തേടിയെത്തും തുടങ്ങി ഖബറിൽ വിശ്വാസിക്കുള്ള നിഅമത്തിനെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ തസ്ബീത്ത് നൽകും. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സ്ഥൈര്യവും ഉറപ്പും നൽകും. എന്നാൽ ശരി ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനിയുകയും അങ്ങനെ വിശ്വാസി ഖബറിൻ്റെ ജനതയിൽ, ഏകാന്തതയിൽ, പരീക്ഷണത്തിൽ ശരിയുത്തരം പറയും എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു. അപ്പോൾ ഖബറിൽ നിഅമത്തുണ്ട്, അതേപോലെ തന്നെ ഖബറിൽ അദാബുമുണ്ട്. ഖബറിൽ അദാബിൻ്റെ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖബറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാക്കാത്ത വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും മറ്റൊരു ഖബറിൽ ഏഷണിയുമായി നടക്കുന്ന വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനം അത് സഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ, പ്രമാണ വചനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതാണ് പറയുന്നത്, സുമ്മ ബഅദ ഹാദിഹിൽ ഫിത്ന ഇമ്മാ നഈമും വ ഇമ്മാ അദാബ് ഇലാ യൗമിൽ ഖിയാമത്തിൽ ഖുബ്ര. ഇത് അൽ ഖിയാമത്തുൽ കുബ്ര വരേക്കുമാണ്. എന്താ അൽ ഖിയാമത്തുൽ കുബ്ര? അതാണ് അന്ത്യനാളിൻ്റെ സംഭവ്യത. കാഹളത്തിൽ ഊതാൻ നിശ്ചയിക്കപ്പെട്ട മലക്ക് കാഹളത്തിൽ ഊതിയാൽ അന്ത്യനാൾ സംഭവിക്കുകയായി. വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതിയാൽ ആളുകൾ മരണത്തിന് ശേഷം അവർ ഉയിർത്തെഴുന്നേൽക്കലായി. ഇതാണ് അൽ ഖിയാമത്തുൽ കുബ്ര. എല്ലാവരും തങ്ങളുടെ നാഥനിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിചാരണക്കായി, പ്രതിഫലത്തിനായി ഉയർത്തെഴുന്നേൽക്കുന്നതായ ദിവസം. ആ നാൾ വരേക്കും ബർസഖി ലോകത്തെ ഖബറിലെ ഈ നിഅമത്ത് അർഹിക്കുന്നവർക്കുള്ള നഈമും അദാബ് അർഹിക്കുന്നവർക്കുള്ള അദാബും ഉണ്ടാകും എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഇലാ യൗമിൽ ഖിയാമത്തിൽ കുബ്ര ഫതുആദുൽ അർവാഹു ഇലൽ അജ്സാദി. ഫതുആദുൽ അർവാഹ്, ഖിയാമത്തുൽ കുബ്ര സംഭവിച്ചാൽ റൂഹുകൾ മടക്കപ്പെടും ഇലൽ അജ്സാദ്, ശരീരങ്ങളിലേക്ക്. വതഖൂമുൽ ഖിയാമത്തുല്ലതി അഖ്ബറ അല്ലാഹു ബിഹാ ഫി കിതാബിഹി. അല്ലാഹു അന്ത്യനാളിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായ അന്ത്യനാൾ സംഭവിക്കുകയുമായി. അന്ത്യനാളിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കും. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ അന്ത്യനാളിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. പല ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ വഅലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല പരലോകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രത്യുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയും അഥവാ തിരുസുന്നത്തിലൂടെയും അന്ത്യനാളിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
ആ അന്ത്യനാൾ വതഖൂമുൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കുകയായി. വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ ഖിയാമത്ത് നാളിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വഅജ്മഅ അലൈഹൽ മുസ്ലിമൂൻ, മുസ്ലിം ലോകം അന്ത്യനാൾ സംഭവിക്കുമെന്നതിൽ ഇജ്മായിലാവുകയും ചെയ്തിട്ടുണ്ട്, ഐക്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ അന്ത്യനാൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അന്ത്യനാൾ സംഭവിക്കുമെന്ന് ഉണർത്തിയ വചനങ്ങൾ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് അവനിൽ തഖ്വയുള്ളവരായി ജീവിക്കണം. ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രകമ്പനം അത് വലിയ ഒരു വിഷയവും കാര്യവുമാണ്. യൗമ തറൗനഹ, അന്ത്യനാൾ നിങ്ങൾ കാണുന്ന നാൾ. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, അന്ത്യനാളിൻ്റെ ഭീകരതയാൽ മുലയൂട്ടുന്ന എല്ലാ സ്ത്രീകളും അവർ മുലയൂട്ടുന്ന കുട്ടികളെ തൊട്ട് അശ്രദ്ധമായി പോകും. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കും. വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങൾക്ക് ലഹരി ബാധിച്ചതായിട്ട് താങ്കൾക്ക് കാണാം. വമാ ഹും ബിസുകാറ, യഥാർത്ഥത്തിൽ അവർക്ക് ലഹരി ബാധിച്ചതല്ല, പ്രത്യുത വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്. ആ കഠിന ശിക്ഷയുടെ ആഖിറം, അതിനാണ് മനുഷ്യന്മാർ, അന്ത്യനാൾ അതിനാണ് മനുഷ്യന്മാർ സാക്ഷികളാകുന്നത്. അതിൽ പേടിയും ഭീതിയും കൊണ്ടാണ് മനുഷ്യന്മാർ ലഹരി പിടിച്ചവരെ പോലെ ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ. അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ അതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമ്മളെ ഉണർത്തി പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മയുടെ ഇജ്മാഉണ്ട്. ആ അന്ത്യനാൾ സംഭവിക്കും. ഫയഖൂമു الناس من قبورهم لرب العالمين حفاة عراة غرلا, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫയഖൂമു الناس, ജനങ്ങൾ എഴുന്നേൽക്കും, മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന്, ലി റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിലേക്ക്. എങ്ങനെ? ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, ഹുഫാത്തൻ നഗ്നപാതരായി, ഉറാത്തൻ നഗ്നരായി, ഗുർല, ഗുർല എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്തവരായി അവർ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അവർ ഉയർത്തെഴുന്നേൽക്കും, ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ ഉണർത്തുന്നത്. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഭാഗമാണ് അതിലൂടെ ശൈഖുൽ ഇസ്ലാം സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൽ ഫയഖൂമു الناس من قبورهم لرب العالمين حفاة عراة غرلا എന്ന് പറഞ്ഞേ, നഗ്നപാതരായി, നഗ്നതയുടുത്ത് ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്തവരായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അർറിജാലു വന്നിസാഉ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, നഗ്നതയിൽ ഉയർത്തെഴുന്നേറ്റാൽ സ്ത്രീ പുരുഷന്മാർ അന്യോന്യം നോക്കുകയില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്, ആയിഷ, ആളുകൾ നഗ്നത നോക്കുക എന്ന കാര്യത്തേക്കാൾ കഠിനമായിരിക്കും അന്ത്യനാളിൻ്റെ വിഷയം. ഇപ്പോൾ നഗ്നത നോക്കലാവൂല, അവർക്ക് പ്രശ്നമാണ് വിഷയം. പിന്നെയോ അതിനേക്കാൾ ഗൗരവമായിരിക്കും ആളുകൾക്ക് അന്നാളിൽ ഉണ്ടാവുക.
ചില റിപ്പോർട്ടിൽ അൽ അംറു അഷദ്ദു മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ്, അവർ അന്യോന്യ നഗ്നത നോക്കിക്കാണുന്നതിനേക്കാൾ കഠിനമായ പ്രശ്നമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും അന്ത്യനാളിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അന്ത്യനാളിൻ്റെ ഗൗരവമാണ് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ ആളുകൾ അന്ത്യനാൾ സംഭവിച്ചാൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ. ഒരു റാജിഫത്തുണ്ട്, റാദിഫത്തുണ്ട്. ഹദീസുകൾ വിശദീകരിച്ചതനുസരിച്ച് റാജിഫത്ത് എന്ന് പറഞ്ഞാൽ കാഹളത്തിൽ ഊതുന്ന മലക്കിൻ്റെ ഇസ്രാഫീലിൻ്റെ ഒന്നാമത്തെ ഊത്താണ്. പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരിക്കും ആ ഊത്ത്. തത്ബഉഹ റാദിഫ, ആ ഊത്തിനെ തുടർന്ന് മറ്റൊരു ഊത്തുണ്ടാവും, അതാണ് റാദിഫത്ത്. റാജിഫത്ത് വന്നാൽ എല്ലാവരും മരിച്ചു ഒടുങ്ങുകയായി, നശിച്ചു തീരുകയായി. റാദിഫത്ത് വന്നാലോ, റാദിഫത്ത് വന്നാൽ റൂഹുകൾ മടക്കപ്പെടുകയും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയുമായി. അതോടുകൂടി അവർ യൗമ യഖ്റുജൂന മിനൽ അജ്ദാത്തി സിറാഅൻ ഇലാ യൗമ യഖ്റുജൂന മിനൽ അജ്ദാത്തി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യൂഫിദൂൻ ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല ദാലിക യൗമുൽ ലദീ കാനൂ യുഅദൂൻ. ഖബറുകളിൽ നിന്ന് എന്ത് ചെയ്യും? അവർ കുതിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും എന്നിട്ട് അവർ ഖബറുകളിൽ നിന്ന് പുറത്തു വന്നിട്ട് അവർ എല്ലാവരും സ്പീഡിൽ ഒരു നാട്ടയിലേക്കെന്ന പോലെ, ലക്ഷ്യസ്ഥാനത്തേക്കെന്ന പോലെ കുതിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. വിശ്വാസികൾ സമാധാന ചിത്തതയിലും അവിശ്വാസികൾ ഭയവിഹ്വലതയിലുമായിരിക്കും അപ്പോൾ എന്നുള്ളതാണ്. ഖാലു യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിന, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ആരാണ് ഞങ്ങൾ ഉണർത്തിയതെന്ന് വേപത് പൂണ്ടാണ് ആ വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ വിശ്വാസികൾ ഹാദാ മാ വഅദന അല്ലാഹ് വസദഖൽ മുർസലൂൻ, അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഉയർത്തെഴുന്നേൽപ്പാണിത്, മുർസലീങ്ങൾ സത്യമായി പ്രവചിച്ച ഉയർത്തെഴുന്നേൽപ്പാണിതെന്ന് പറഞ്ഞ് ആയിരിക്കും അവരുടെ അള്ളാഹുവിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽക്കുകയും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, അതാണ് ശൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത്, വതദ്നു മിൻഹുമുശ് ശംസ് വയുൽജിമുഹുമുൽ അറഖ്. സൂര്യൻ അവരോട് അടുക്കുന്നതാണ്. സൂര്യൻ അടുക്കും എന്ന് പറഞ്ഞാൽ ആളുകൾ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ സൂര്യൻ അടുക്കും. പിന്നെയോ വയുൽജിമുഹുമുൽ അറഖ്, വിയർപ്പ് ആളുകൾക്ക് ലിജാം തീർക്കും. അഥവാ ആളുകൾ വിയർപ്പിൽ മുങ്ങുന്നർത്ഥം. യുൽജിമു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഈ കുതിരക്കൊക്കെ മൂക്കയർ അല്ലെങ്കിൽ കടിഞ്ഞാണിടുന്നതിനാണ് ലിജാം ഇടുക എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ആളുകളുടെ മൂക്ക് വരേക്കും വിയർപ്പെത്തും, എന്ന് പറഞ്ഞാൽ ആളുകൾ വിയർപ്പിൽ മുങ്ങും എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ ആളുകൾ വിയർപ്പിൽ നിൽക്കുന്നതിനെക്കുറിച്ച് കാണാൻ ചിലരുടെ നെരിയാണി വരെ എത്തും, ചിലരുടെ മുട്ട് വരെ എത്തും, ചിലരുടേത് അര വരെ എത്തും, ചിലരുടെ തുർക്കുവ വരെ, തൊണ്ടക്കുഴി വരെ എത്തും, ചിലരുടെ തല വരെ എത്തും. ചിലർ വിയർപ്പിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ വിയർപ്പിൽ കുളിക്കും എന്നാണ്. അപ്പോൾ ആ രീതിയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. തദ്നു മിൻഹുമുശ് ശംസ് വയുൽജിമുഹുമുൽ അറഖ്. ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ല ഈ ഭാഗങ്ങൾ വിവരിക്കുന്നത്. എന്നാൽ സൂര്യൻ്റെ ചൂടേൽക്കാത്ത, വിയർപ്പിൽ പ്രയാസപ്പെടാത്ത പുണ്യാളന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, 7 കൂട്ടർ അള്ളാഹു അവർക്ക് തണലേകും
അള്ളാഹുവിൻ്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത അന്ത്യനാളിൽ മഹ്ശറയുടെ വേദിയിൽ. എന്നിട്ട് നീതിമാനായ ഭരണാധികാരി, ഇമാമുൻ ആദിൽ, വശാബുൻ നശാഫി താഴത്തില്ല, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് വളർന്നു വന്ന യുവാവ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ബന്ധപ്പെട്ട വ്യക്തി, വറജുലാനി തഹാബ ഫില്ലാഹ് ഇസ്തമഅ അലാ ദാലിക വതഫറഖ അലൈഹി, രണ്ട് വ്യക്തികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അവരുടെ കണ്ടുമുട്ടലും വേർപിരിയലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അങ്ങനെയുള്ള രണ്ടാളുകൾ. വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, സൗന്ദര്യവും അതേപോലെ സ്ഥാനമാനവുമുള്ള സ്ത്രീ തൻ്റെ ലൈംഗിക വികാരം ശമിപ്പിക്കുവാൻ ഒരു വ്യക്തിയെ ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ. അതുപോലെ റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫഹ ഹത്താ ലാ തഅലം ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ ഗോപ്യമാക്കി സദഖ നിർവഹിച്ച വ്യക്തി. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണ് നനച്ച കരഞ്ഞ വ്യക്തി. ഇവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലേകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ സൂര്യൻ അടിയാറുകളോടടുക്കും, അടിയാറുകൾ വിയർപ്പിൽ മുങ്ങും, പക്ഷേ വിയർപ്പിൽ പ്രയാസപ്പെടാത്ത, സൂര്യൻ്റെ ചൂടും അതേപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള പ്രയാസവും ഏൽക്കാത്ത അള്ളാഹുവിൻ്റെ തണലിൽ കഴിയുന്ന വ്യക്തികൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത് വതുൻസബുൽ മവാസീൻ, മീസാനുകൾ സ്ഥാപിക്കപ്പെടും. ഫയൂസനു ഫീഹ അമാലുൽ ഇബാദ്, മീസാനുകളിൽ ദാസന്മാരുടെ അമലുകൾ തൂക്കപ്പെടും. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. മീസാൻ എന്നാൽ തൂക്കുവാനുള്ള യന്ത്രം, അത് അന്ത്യനാളിൽ സ്ഥാപിക്കും. എന്തിന്? അള്ളാഹുവിൻ്റെ വിചാരണ തീർത്തും നീതിപൂർവകമാണ്, അനീതി ഒട്ടുമില്ല. ഇത് അടിയാറുകൾക്ക് ബോധ്യപ്പെടും വിധമാണ് വിചാരണ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ തൂക്കുവാനുള്ള മീസാനുകൾ സ്ഥാപിക്കും. എന്നിട്ട് ഫയൂസനു ഫീഹ അമാലുൽ ഇബാദ്, അടിയാറുകളുടെ കർമ്മങ്ങൾ തൂക്കും, അതിൽ തൂക്കപ്പെടും. അങ്ങനെ തൂക്കപ്പെട്ടാൽ ഷെയ്ഖുൽ ഇസ്ലാം വിശുദ്ധ ഖുർആനിലെ ആയത്താണ് എടുത്തു കൊടുക്കുന്നത്. ഫമൻ സഖുലത് മവാസീനുഹു, വല്ലവരുടെയും മവാസീൻ ഭാരമുള്ളതായാൽ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. വമൻ ഖഫത് മവാസീനു, വല്ലവരുടെയും മവാസീൻ കനം കുറഞ്ഞാൽ ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരത്രേ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ. ഫി ജഹന്നമ ഖാലിദൂൻ, അവർ നിത്യവാസികളായി നരകത്തിയിലായിരിക്കും. ഇവിടെ മവാസീൻ എന്ന് പറഞ്ഞാൽ എന്താ? മവാസീൻ എന്ന് പറഞ്ഞാൽ മീസാനിൻ്റെ ബഹുവചനം മവാസീൻ പറയും, മൗസൂനിൻ്റെ ബഹുവചനവും മവാസീൻ എന്ന് പറയും. മീസാൻ്റെ ബഹുവചനാകുമ്പോൾ തുലാസുകൾ, വല്ലവരുടെയും തുലാസുകൾ നന്മകളാൽ കനം തൂങ്ങിയാൽ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്ന വിജയികൾ. എന്നാൽ മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്ന സംഗതി കർമ്മങ്ങളാണ്, അടിയാറുകളുടെ കർമ്മങ്ങളാണ്. അപ്പം മൗസൂൻ അതിൻ്റെ ബഹുവചനം മവാസീൻ. ഫമൻ സഖുലത് മവാസീനുഹു, വല്ലവരുടെയും തൂക്കപ്പെടുന്ന കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ അത് ഭാരം തൂങ്ങിയാൽ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്ന വിജയികൾ. എന്നാൽ വമൻ ഖഫത് മവാസീനു, വല്ലവരുടെയും തുലാസുകൾ അല്ലെങ്കിൽ തൂക്കപ്പെടുന്ന കർമ്മങ്ങൾ അതിന് കനം കുറഞ്ഞാൽ ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരത്രേ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയവർ. ഇതാണ് ആ ആയത്തിൻ്റെ തഫ്സീറുകളായിട്ട് പറയപ്പെട്ടുള്ളത്. കർമ്മങ്ങൾ തൂക്കപ്പെടും, അതേപോലെ തന്നെ കർമ്മരേഖകളും തൂക്കപ്പെടും. സഹായിഫുൽ അമാൽ തൂക്കപ്പെടും. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരാളുടെ കർമ്മരേഖകൾ തുലാസിൻ്റെ ഒരു തട്ടിലും കിഫയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ആ
പുണ്യം എഴുതിയ ഒരു ബിതാഖയും തൂക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്, സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ബിതാഖ, കർമ്മരേഖ, അത് ഭാരിച്ച് കനം തൂങ്ങുകയും മറ്റു കർമ്മരേഖകൾ അത് ഭാരമില്ലാതെ ആകുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കർമ്മങ്ങൾ തൂക്കുന്നത് പോലെ തന്നെ കർമ്മരേഖകൾ തൂക്കും. അതേപോലെ തന്നെ വ്യക്തികൾ തൂക്കപ്പെടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ, സഹിയായ ഹദീസിൽ, അദ്ദേഹം മെലിഞ്ഞ പ്രകൃതവും മെലിഞ്ഞൊട്ടിയ കാല് ഉള്ള വ്യക്തിയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കാറ്റിൽ ഉലഞ്ഞാടുന്നത് കണ്ട് ചില സഹാബികൾ ചിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് കണ്ടാണ് ചിരിക്കുന്നത്? മിമ്മ തദ്ഹഖൂന ഔ മിമ്മ തഅജബൂൻ, എന്ത് കണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്, എന്ത് കണ്ടാണ് നിങ്ങൾ ആശ്ചര്യം കൂറുന്നത്? ഇബ്നു മസ്ഊദിൻ്റെ ആ ഇരു കാലുകളും അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദ്, ഉഹുദ് പർവ്വതത്തേക്കാൾ മീസാനിൽ ഭാരം തൂങ്ങുന്നവയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മീസാനിൽ തൂക്കപ്പെടുന്ന വകുപ്പിൽ വ്യക്തികളുമുണ്ട് എന്ന്, അതേപോലെ തന്നെ വേറെയും ഹദീസുകൾ ആ വിഷയത്തിൽ വന്നത്, സഹിയായി ഉദ്ധരിക്കപ്പെട്ടത് വന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ ആളുകളുടെ മൊഴികൾ മീസാനിൽ തൂക്കപ്പെടും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസിൽ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. മീസാനിൽ ഭാരമുള്ളതായി തൂങ്ങുന്ന രണ്ട് കലിമകൾ, നാവിന് പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകൾ, റഹ്മാനായ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ. മീസാനിൽ സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ്, മീസാനിൽ ഭാരിച്ചു തൂങ്ങുന്നവ എന്ന് പറഞ്ഞപ്പോൾ എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അത്തുഹൂർ ശത്രുൽ ഈമാൻ വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്, ശുദ്ധി വരുത്തൽ. വൽഹംദുലില്ലാ എന്ന ദിക്ർ അത് തംലഉൽ മീസാൻ, മീസാനെ നിറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മങ്ങൾ, അത് വാക്കുകൾ, പ്രവൃത്തികൾ, അതേപോലെ കർമ്മ രേഖകൾ, വ്യക്തികൾ, ഇതൊക്കെ മീസാനിൽ തൂക്കപ്പെടുന്ന വിഷയങ്ങളാണ് എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അത് മൊത്തത്തിൽ ഇവിടെ ഉണർത്തുകയാണ്. വതുൻസബുൽ മവാസീൻ ഫയൂസനു ഫീഹാ അഅമാലുൽ ഇബാദ് ഫമൻ സഖലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നത് വതുൻശറു ദവാവീൻ വഹിയ സഹായിഫുൽ അഅമാൽ ഫആഖിദുൻ കിതാബഹു ബിയമീനിഹി വആഖിദുൻ കിതാബഹു ബിശിമാലിഹി ഔ മിൻ വറാഇ ളഹ്രിഹി. വതുൻശറു ദവാവീൻ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ വിചാരണയുടെ വേദിയിൽ ദവാവീനുകൾ നിവർത്തപ്പെടും, ദീവാനുകൾ നിവർത്തപ്പെടും. എന്താ ദവാവീൻ, ദീവാൻ? വഹിയ സഹായിഫുൽ അഅമാൽ, കർമ്മരേഖകളാണ്. അടിയാറുകളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ, രേഖകൾ, അത് നിവർത്തപ്പെടും. മാത്രമല്ല ഫആഖിദുൻ കിതാബഹു ബിയമീനിഹി വആഖിദുൻ കിതാബഹു ബിശിമാലിഹി ഔ മിൻ വറാഇ ളഹ്രിഹി. കർമ്മരേഖകൾ നിവർത്തപ്പെട്ടാൽ ആ നിവർത്തപ്പെട്ട രേഖകൾ അത് ആരുടെ കർമ്മരേഖയാണ് അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുക? ഒരു വിഭാഗം ഫആഖിദുൻ കിതാബഹു, തൻ്റെ കർമ്മരേഖ സ്വീകരിക്കുന്നവരുണ്ട്, ബിയമീനിഹി, തൻ്റെ വലത് കൈകൊണ്ട്. അതേപോലെ വആഖിദുൻ കിതാബഹു ബിശിമാലിഹി, തൻ്റെ കർമ്മരേഖകൾ ഇടത് കൈകൊണ്ട് വാങ്ങുന്നവരുമുണ്ട്. ഔ മിൻ വറാഇ ളഹ്രിഹി, അല്ലെങ്കിൽ തൻ്റെ പിൻഭാഗത്തിൽ നിന്ന്, മുതുകിന് പിന്നിൽ നിന്ന് വാങ്ങുന്നവരുമുണ്ട്. അപ്പോൾ കർമ്മരേഖകൾ അന്ത്യനാളിൽ നിവർത്തിയാൽ അത് ആരുടെ രേഖയാണോ അയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വലത് കൈയിൽ കർമ്മരേഖ വാങ്ങുന്നവരുണ്ട്, ഇടത് കൈയിൽ വാങ്ങുന്നവരുണ്ട്.
മുതുകിന് പിന്നിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിലും അതേപോലെ സൂറത്തുൽ ഇൻഷിഖാഖിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. കുലു വശ്റബു ഹനിഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല വലത് കൈയിൽ ഗ്രന്ഥം നൽകുന്നവരെ കുറിച്ചാണ് അവിടെ ഉണർത്തുന്നത്. വ അമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലു എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിൽ ഉണർത്തുന്നത് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകുന്നവരുടെ വിഷയമാണ്. അതേപോലെ തന്നെ പിന്നിലൂടെ ഗ്രന്ഥം നൽകപ്പെടുന്നവരെ കുറിച്ചും സൂറത്ത് ഇൻഷിഖാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രി ഫസൗഫ യദ്ഉ സുബൂറ വയസ്ല സഈറ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അവിടെ ഉണർത്തുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം തുടർന്ന് പറയുന്നു, കമാ ഖാല സുബ്ഹാനഹു വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. എന്തിനാ കിതാബ് നൽകുന്നത്? വലത് കൈയിലും ഇടത് കൈയിലും മുതുകിന് പിന്നിലൂടെയൊക്കെ നൽകുന്നത് എന്തിനാ? മനുഷ്യന്മാരെ വിചാരണ ചെയ്യാനാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിചാരണ? റബ്ബിൻ്റെ നീതിപൂർവമായ വിചാരണയുടെ പ്രത്യേകത അതിൽ ഒരായത്താണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ കൊടുക്കുന്നത്. കമാ ഖാല സുബ്ഹാനഹു, അല്ലാഹു പറഞ്ഞതുപോലെയാണ്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി. എല്ലാ മനുഷ്യരും അവരുടെ തായിറിനെ അവരുടെ പിരടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തും. അനിവാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഇത് ഏൽപ്പിക്കും. ത്വായിർ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ചെയ്തിട്ടതായ കർമ്മങ്ങൾ, നന്മയാകട്ടെ തിന്മയാകട്ടെ, മനുഷ്യരുടെ കർമ്മങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ, മനുഷ്യന്മാർ മനുഷ്യന്മാർ ചെയ്തു പോയി. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ഏൽപ്പിക്കും. മനുഷ്യന്മാരുടെ പെരടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടി ഏൽപ്പിക്കും. അമലഹുല്ലദീ താറ അൻഹു മിൻ ഖൈരിൻ വശർ. മനുഷ്യനിൽ നിന്ന് പിടിവിട്ടു പോയ, അവൻ ചെയ്തു പോയ നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് മനുഷ്യന്മാരുടെ പെരടിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തും. എന്നിട്ടോ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. അന്ത്യനാളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖ അവന് പുറത്തെടുത്തു കൊടുക്കും. അല്ലാഹു പറയണം, വനുഖ്രിജു ലഹു, നാം മനുഷ്യന് പുറത്തെടുത്തു കൊടുക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, കിതാബൻ, ഒരു ഗ്രന്ഥത്തെ, യൽഖാഹു മൻശൂറ, ആ ഗ്രന്ഥം നിവർത്തപ്പെട്ടതായിട്ട് മനുഷ്യന്മാർക്ക് കണ്ടെത്താം. എന്നിട്ടോ അള്ളാഹു പറയും, ഇഖ്റ കിതാബക്, നിന്റെ കിതാബാണിത്, നിന്റെ കിതാബാണ്. എന്നാൽ നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖയാണ്, അത് നീ വായിക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ നടത്തുവാൻ നീ തന്നെ മതിയാകും എന്നാണ്. ഇന്ന് നിന്റെ കർമ്മങ്ങൾ നിന്നെ വിചാരണ നടത്താൻ, കർമ്മങ്ങൾക്ക് നിന്നെ വിചാരണ നടത്താൻ നീ തന്നെ മതി എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളോട് പറയാം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ. യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യന്മാരും കാണുന്ന ദിവസമാണ് അന്ത്യനാൾ. എന്ത്? മാ അമിലത് സൂ മിൻ ഖൈരിൻ, അയാൾ ചെയ്ത നന്മ, മുഹ്ദറൻ, ഹാജരാക്കപ്പെട്ടതായി കാണും. വമാ അമിലത് മിൻ സൂഇൻ, തിന്മയായിട്ട് ചെയ്തത് ഹാജരാക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പോൾ കർമ്മരേഖകളിൽ താൻ ചെയ്ത നന്മയെല്ലാം കാണാം, തിന്മയെല്ലാം കാണാം. അത് വായിച്ച് ഓരോരുത്തരും തങ്ങളെ വിചാരണ ചെയ്താൽ മതി എന്നാണ് അള്ളാഹുവിൻ്റെ വിചാരണ നീതിപൂർവകമാണ് എന്നതിൻ്റെ മറ്റൊരു ന്യായവും തെളിവുമാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മൾ ഉണർത്തുന്നത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പിന്നീട് തുടർത്തി പറയുന്നത്,
വയുഹാസിബുല്ലാഹുൽ ഖൽഖ് വയഖ്ലു ബിഅബ്ദിഹിൽ മുഅ്മിൻ ഫയുഖർറിറുഹു ബിദുനൂബിഹി കമാ വസിഫ ദാലിക ഫിൽ കിതാബി വസ്സുന്നഹ്. വയുഹാസിബുല്ലാഹുൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ വിചാരണ ചെയ്യും. സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും. വയഖ്ലു ബിഅബ്ദിഹിൽ മുഅ്മിൻ, വിചാരണയുടെ വേദിയിൽ അല്ലാഹു വിശ്വാസിയായ തൻ്റെ ദാസനോട് ഒഴിഞ്ഞുകൂടും. യഖ്ലു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തനിച്ചാകും. ബിഅബ്ദിഹി അൽ മുഅ്മിൻ, തൻ്റെ വിശ്വാസിയായ ദാസനോട്. ഫയുഖർറിറുഹു ബിദുനൂബിഹി, എന്നിട്ട് ദാസൻ ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസനെ കൊണ്ട് സമ്മതിപ്പിക്കും. കമാ വസിഫ ദാലിക ഫിൽ കിതാബി വസ്സുന്നഹ്, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ വിവരിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളോട് അടുക്കുകയും അങ്ങനെ ദാസന്മാരോട് അടുത്തിട്ടാണ് അവരോട് വിചാരണ നടത്തുക. വിശ്വാസികളായ ദാസനോട് അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവൻ ചെയ്ത തെറ്റുകൾ അവനോട് അംഗീകരിപ്പിക്കും. നീ ഇന്ന വേദിയിൽ, ഇന്നപ്പോൾ, ഇന്ന ദിവസം, ഇന്നയിടത്ത്, ഇന്ന രീതിയിൽ ഇന്നത് ചെയ്തില്ലേ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാനോട് ചോദിക്കും. അടിയാൻ അത് സമ്മതിക്കും. ആ വിഷയത്തിൽ സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ കാണാൻ സാധിക്കും. അല്ലാഹു അവൻ്റെ കനഫ്, പാർശ്വഭാഗം ദാസനിലേക്ക് ചേർത്ത് അന്യരിൽ നിന്ന് മറച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ്, നീ ഇന്നത് ചെയ്തില്ലേ എന്ന്. അങ്ങനെ ദാസൻ അത് സമ്മതിക്കുകയും അംഗീകരിക്കുകയും ആയാൽ അള്ളാഹു പറയുമെന്നാണ്, സത്തർതുഹ അലൈക ഫിദ്ദുന്യ, ദുനിയാവിൽ നീ ചെയ്ത തെറ്റിനെ ഞാൻ നിനക്ക് മറച്ചു വെച്ചു. വന അഗ്ഫിറു ലകൽ യൗം, ഇന്ന ദിവസം ഞാനത് നിനക്ക് പൊറുക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ഉണർത്തിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരോട് അടുത്ത് വിശ്വാസികളായ ദാസനോട് ഒഴിഞ്ഞ് അവരുടെ തെറ്റുകൾ അംഗീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിചാരണ നടത്തും എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ വിശ്വാസികളുടെ വിഷയത്തിൽ പറയുന്നത്, വ അമ്മൽ കുഫാർ, എന്നാൽ കാഫിരീങ്ങൾ, ഫലാ യുഹാസബൂന മുഹാസബത മൻ തൂസനു ഹസനാതുഹു വ സയ്യിആതുഹു, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫലാ യുഹാസബൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുകയില്ല. എങ്ങനത്തെ വിചാരണ? മുഹാസബത മൻ തൂസനു ഹസനാതുഹു വ സയ്യിആതുഹു, നന്മ തിന്മകൾ തൂക്കപ്പെടുന്നവരുടെ വിചാരണ. നന്മ തിന്മകൾ തൂക്കി കണക്കാക്കിയിട്ടുള്ള വിചാരണ ആയിരിക്കാം. അത് നന്മയും തിന്മയും പരിഗണിക്കപ്പെടുന്നവർക്കുള്ള വിചാരണയാണ്. അത് വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് നന്മകളുണ്ട്, തിന്മകളുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കിയിട്ട് അവർക്ക് വിചാരണ ഉണ്ടാവും. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൂക്കി കണക്കാക്കാൻ നന്മല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിചാരണ വിശ്വാസികളുടെ വിചാരണ പോലെയല്ല. ഫൈനഹും ലാ ഹസനാതി ലഹും, ആ വിശ്വാസികൾക്ക് ഹസനത്തുകളില്ല, നന്മകളില്ല. വലാകിൻ തുഅദ്ദു അമാലുഹും, പ്രത്യുത അവരുടെ അമലുകൾ എണ്ണപ്പെടും. വതുഹ്സ, അത് ക്ലിപ്തപ്പെടുത്തപ്പെടും. ഫയൂഖഫൂന അലൈഹ, അവർ ആ അമലുകളിൽ നിർത്തപ്പെടും. വയുഖററൂന ബിഹ, ആ അമലുകൾ അവർ ചെയ്തത് അവരെ കൊണ്ട് അംഗീകരിക്കപ്പെടും. എന്നിട്ട് വയുസ്സൗന ബിഹ, ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെടുകയും ചെയ്യും. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉണർത്തുന്ന ഭാഗം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നന്മകൾ മീസാനിൽ കൊണ്ടുവരില്ല, തൂക്കി കണക്കാക്കാൻ. കാരണം എന്താ? അവർക്ക് നന്മല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹദാഅൻ മൻസൂറ, അവരുടെ നന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പറപ്പിച്ചു വിടും. അത് പരിഗണിക്കപ്പെടില്ല. കാരണം അവരുടെ അമലുകളൊക്കെ എന്താ? അവരുടെ അമലുകളൊക്കെ ഈ ദുനിയാവിൽ പാഴായി പോയതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പറപ്പിച്ചു വിടും. അവർക്ക് മീസാനിൽ തൂക്കപ്പെടാനുള്ള നന്മകളില്ല. എന്നാലോ അവരുടെ ചെയ്തികളൊക്കെ എന്ത് ചെയ്യും? എണ്ണപ്പെടും. അത് ക്ലിപ്തപ്പെടുത്തപ്പെടും. അവരുടെ തിന്മകൾ അത് അവർ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അതിനുള്ള
പ്രതിഫലം അവർക്ക് നൽകപ്പെടുകയാണ് ചെയ്യുക. എന്താണ് അവർക്കുള്ള പ്രതിഫലം? അവരർഹിക്കുന്ന ശിക്ഷയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തി പറയുന്നത് വഫി അറസാത്തിൽ ഖിയാമ അൽ ഹൗദുൽ മൗറൂദു ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി അറസത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ അറസത്തിൽ, അറസത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായ വേദി, ഖിയാമത്ത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ വിശാലമായ വേദിയിൽ ഉണ്ട് എന്തുണ്ട്? അൽ ഹൗദുൽ മൗറൂദ് ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായ ഹൗദ്. ഹൗദുൽ മൗറൂദ് എന്ന് പറഞ്ഞാൽ ആ ഹൗദിലേക്കാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളുടെ വരവുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും മുൻകടന്ന് ആ ഹൗദിലേക്ക് എത്തും. പിന്നീട് ഉമ്മത്തികൾ ആ ഹൗദിൻ കരയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല ഹൗദുള്ളത്, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹൗദിന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷ വെച്ചു, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്, പക്ഷേ എൻ്റെ ഹൗദിലേക്കായിരിക്കണം കൂടുതൽ ആളുകൾ പാനം ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ആ ഹൗദിന് പ്രത്യേകത ഉണ്ട്. അതെന്താ? ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നു, മാഉഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും, വ അഹ്ല മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതും, ആനിയതുഹു അദദു നുജൂമി സമാ, ആ ഹൗദിലുള്ള പാത്രങ്ങളുടെ എണ്ണം മാനത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമാണ്. തൂലുഹു ഷഹർ, ആ ഹൗദിന് ഒരു മാസത്തെ വഴി ദൂരമാണ് അതിൻ്റെ നീളം. വ അറദുഹു ഷഹർ, ആ ഹൗദിൻ്റെ വീതിയും ഒരു മാസത്തെ വഴി ദൂരമാണ്. മൻ യശ്റബ മിൻഹു ഷർബതൻ ലം യദ്ബ ബഅദഹ അബദ, വല്ലവരും ആ ഹൗദിൽ നിന്ന് പാനം ചെയ്യുകയാണെങ്കിൽ ലം യദ്മ ബഅദഹ അബദ, അതിൽ പിന്നെ ഒരിക്കലും അയാൾ ദാഹിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹു ഉണർത്തിയത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ ഹൗദിൻ്റെ വർണ്ണനകൾ നടത്തിയത്. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് ഇവിടെ അതിൻ്റെ വിവരണങ്ങൾ ഉണർത്തുകയും ചെയ്തത്. അപ്പോൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട വിഷയങ്ങൾ കിതാബിലും സുന്നത്തിലും വന്നത് ഉണർത്തുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇവിടെ ഇതുവരെ ഉണർത്തിയത്. അതായത് മനുഷ്യർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നതനുസരിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അൽ അഖീദത്തുൽ വാസിത്തിയയിൽ ഉണർത്തിയത്. ഹൗദുമായി ബന്ധപ്പെട്ട ഭാഗം വരെയാണ് നമ്മൾ ഇവിടെ ഇന്ന് വിശദീകരിച്ചത്. ഇനി ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല തുടർത്തി ഉണർത്തുന്നത് സിറാത്തുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. അത് നമ്മൾക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. ഹൗദിൻ്റെ ഭാഗം ഇവിടെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പാനം ചെയ്യുന്നവർ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹൗദ് കോരി നൽകുക. ആ ഹൗദിൽ നിന്ന് പാനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹിയായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാം, ഹൗദിൻ കരയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരും ഹൗദിൽ നിന്ന് കുടിക്കുന്നതിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകുന്നതിന് വേണ്ടി. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പകർന്ന് നൽകുന്നതിന് മുമ്പായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവർ എടുക്കപ്പെടുമെന്നുള്ളതാണ്. അവർ തട്ടിയെടുക്കപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസൈഹാബി ഉസൈഹാബി, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളാണ്, എൻ്റെ അനുചരന്മാരാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയെ ഉണർത്തും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ നിങ്ങളുടെ കാലശേഷം അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം എൻ്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയവർ ദൂരെ പോവുക, ദൂരെയാവുക എന്ന് പറഞ്ഞ് പ്രവാചകനും അവരെ അവിടെ വെച്ച് ശപിക്കും എന്നുള്ളതാണ്, ദൂരെയാക്കും എന്നുള്ളതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൽ നിന്ന് തിരുനബിയുടെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് കോരി നൽകപ്പെടുവാനും അത് പാനം ചെയ്യുവാനും ആഗ്രഹിക്കുന്നവർ
ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതും ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നതും സൂക്ഷിക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, മുബ്തദിഅകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൗദിൽ നിന്നുള്ള പകർന്നു നൽകൽ ഉണ്ടാവുകയില്ല എന്ന് സഹിയായി സ്ഥിരപ്പെട്ട ഹദീസുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.